അമേരിക്കൻ കരുത്തും ഇസ്രായേലിന്റെ പ്രതിരോധ കോട്ടകളും ഒരുപോലെ വെല്ലുവിളിക്കപ്പെടുന്ന കാഴ്ചയ്ക്കാണ് പശ്ചിമേഷ്യൻ ആകാശം സാക്ഷ്യം വഹിക്കുന്നത്. മാർച്ച് 20 പുലർച്ചെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ വർഷം വെറുമൊരു തിരിച്ചടിയല്ല, മറിച്ച് ശത്രുക്കളെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ സൈനിക നീക്കത്തിന്റെ വിളംബരമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫ്രാൻസ് വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിലെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പോരാട്ട വീര്യമാണ് ഇറാൻ കാഴ്ചവെക്കുന്നത്. ഈ ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ സേന അതായത് IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ഭീഷണി തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഇസ്രായേൽ തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി. ജനങ്ങൾക്ക് തങ്ങളുടെ മൊബൈൽ ഫോണുകളിലൂടെ ഹോം ഫ്രണ്ട് കമാൻഡ് അടിയന്തര മുന്നറിയിപ്പുകൾ നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിരോധ സംവിധാനങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇറാന്റെ മിസൈൽ വർഷം. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇറാൻ ഈ നീക്കത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ സംഘർഷത്തിനിടയിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ചുരുങ്ങിയത് 16 അമേരിക്കൻ സൈനിക വിമാനങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടതായാണ് വിവരം. ഇതിൽ 10ഓളം റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകൾ വെടിവെച്ചിടപ്പെട്ടു. കുവൈറ്റിൽ 3 F-15 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടതും ഇറാഖിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ KC-135 ടാങ്കർ തകർന്നതും അമേരിക്കയ്ക്ക് വലിയ ആഘാതമായി. സൗദി അറേബ്യയിലെ വ്യോമതാവളത്തിൽ നിർത്തിയിട്ടിരുന്ന 5 KC-135 വിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആന്റി എയർക്രാഫ്റ്റ് ഫയർ ആണ് ഈ നാശനഷ്ടങ്ങൾക്ക് പിന്നിലെന്ന് കരുതപ്പെടുന്നു. സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു തന്ത്രം കൂടി ഇറാൻ പുറത്തെടുത്തിട്ടുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തടഞ്ഞത് വലിയ പ്രതിസന്ധിക്കാണ് കാരണമായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇറാൻ ഇത്തരം ഒരു കടുത്ത നീക്കം നടത്തുന്നത്. ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്തിക്കഴിഞ്ഞു. മേഖലയിലെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ശക്തമാണ്. യമനിലെ ഹൂതി പോരാളികളും ഇറാന് പിന്തുണയുമായി അമേരിക്കൻ ഡ്രോണുകളെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരു നാവിക സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയൻ ഇതിനോടകം തന്നെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ നടപടികൾ അന്താരാഷ്ട്ര നിയമക്രമത്തെ തകർക്കുന്നതാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിൽ ഇതിന്റെ ആഘാതം ലോകം മുഴുവൻ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ഇറാന്റെ ഐതിഹാസികമായ ചെറുത്തുനിൽപ്പായാണ് പലരും കാണുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാന സാധ്യതകൾ ഓരോ നിമിഷവും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ, ഊർജ സൗകര്യങ്ങൾ, തന്ത്രപ്രധാനമായ ഇടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ പോരാട്ടം ഒരു ആഗോള യുദ്ധത്തിലേക്ക് വരുമോ എന്ന ഭീതിയിലാണ് ലോകം. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി ഇറാൻ ആകാശത്ത് തീമഴ പെയ്യിക്കുമ്പോൾ ലോകശക്തികൾ പോലും ആ പോരാട്ട വീര്യത്തിന് മുന്നിൽ പതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ അടുത്ത കരുനീക്കം എന്തായിരിക്കുമെന്നത് ശത്രു ലോകത്തെ ഭയപ്പെടുത്തുന്ന വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നുണ്ട്.